സ്റ്റാർട്ടിങ് ക്ലോത്തിങ് ബ്രാൻഡ് ഡെഫോർ. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിന് ആവശ്യമായിട്ടുള്ള മാനുഫാക്ചർ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഏറ്റവും പ്രയാസമേറിയ ഒരു സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പല B2B പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ ഏകദേശം 100ഓളം മാനുഫാക്ചേഴ്സിൻ്റെ കോൺടാക്ട്സ് കളക്ട് ചെയ്തു. അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചു, അവരുടെ കാറ്റലോഗ്സും പ്രൈസ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഏകദേശം ഒരു 20% പേരെ മാത്രം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സാധാരണ ഒരു ബിഗിനേഴ്സിന് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഒരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഏതൊരു ബിസിനസ് ആയാലും നമുക്ക് അതിൻ്റെ മെയിൻ ടാർഗറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ വലിയ വലിയ മാനുഫാക്ചേഴ്സിനെ കോൺടാക്ട് ചെയ്താലും നമുക്ക് അവരുടെ പ്രൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വളരെ ചെറിയ രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നോക്കിയിട്ട് നമ്മൾ നല്ല മാനുഫാക്ചേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ പോലും അവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 20 മാനുഫാക്ചേഴ്സിനെ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് സാമ്പിളെല്ലാം കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും.